എല്ലാത്തിനും തൃപ്തി ആയാത്. നീ എന്തിനാ അങ്ങോട്ട് പോകണേ? നിന്റെ കെട്ടിയോട് നിൽക്കുന്നുണ്ടാ? എന്റെ പൊന്നു ലച്ചൂസേ, എന്റെ അടുത്ത് തൃപ്തിയാന്ന് വെച്ചിട്ട് എന്താ കാര്യം? വെല്ലം തേച്ചത് എന്നെ അല്ലല്ലോ, അവനെ അല്ലേ. അവനെ കൊണ്ട് കൊള്ളില്ല, ഞാൻ എന്ത് ചെയ്യാനാണ്? നീ എന്നെ കൂടെ ഒന്നും പറയിപ്പിക്കരുത്. എന്തൊരു സപ്പോർട്ടായിരുന്നു എല്ലാരും കൂടെ. ആ മെർലി വരുമ്പോ പറയല്ലോ മെർലി സ്മാർട്ടാണ്, അതാണ് ഇതാണ് മറ്റേതാന്നൊക്കെ. ലച്ചു, ഞാൻ എന്റെ വാക്കിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുക. അവള് നല്ല സ്മാർട്ട് തന്നെ. അതുകൊണ്ടാണല്ലോ കേശുവിനെ തേച്ചിട്ട് യുഎസിലേക്ക് പറഞ്ഞത്. നിനക്ക് തൃപ്തിയായല്ലോ? അത് ഞാൻ എന്ത് ചെയ്ത്? കനക എന്നോട് എല്ലാം പറഞ്ഞു. പറഞ്ഞു എന്റെ കൊച്ചിനും മനോവിഷമം ഉണ്ടാക്കുന്ന എന്തെങ്കിലും കാര്യം ചെയ്താലേ ഒരുത്തി ഞാൻ വെറുതെ വിടത്തില്ല. അതങ്ങനെ തന്നെ. എന്നാലേ കൊച്ചിന് മനോവേഷമം ഉണ്ടാക്കിയവളെ അങ്ങ് അമേരിക്കയില, അങ്ങ് ചെല്ല്. അമേരിക്കയിലോ? അമേരിക്കയില്. അമേരിക്കയിലല്ല, ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും ഞാൻ എന്റെ കൊച്ചിന് വേണ്ടി പോകും. പിറവത്ത് പോയിട്ട് പാഴൂരിലേക്ക് ഓട്ടോ വിളിച്ച് പോകുന്ന പോലെ അല്ല, ലക്ഷങ്ങൾ മുടക്കിയിട്ടുള്ള പരിപാടിയാ. ആയിക്കോട്ടെ, എന്റെ പാഴൂര സ്ഥലത്തിന്റെ ഒരു കോണിക്ക് വിട്ടിട്ടാണെങ്കിലും ഞാൻ പോകും. എന്റെ ഷെയർ വിൽക്കാൻ സമ്മതിക്കൂല. അതിന് നിനക്ക് എവിടെ ഇരിക്കുന്ന ഷെയർ? ബെസ്റ്റ്. ഈ ആളാണ് ലക്ഷങ്ങൾ മുടക്കി അങ്ങ് യുഎസിലോട്ട് പോകാൻ പോകുന്നേ. പോവും. എന്റെ ചെറുക്കനെ ഓരോ കുഴി കൊണ്ട് ചാടിക്കുന്നത് നീ ഒറ്റ ഒരുത്തിയാ. ചെറുക്കനെ ആരെങ്കിലും ഒരുത്തിയാ കൊണ്ട് ഇങ്ങോട്ട് വരും. അപ്പോഴത്തേന് അയ്യോ വാ കേറി വാന്ന് പറഞ്ഞിട്ട് ഒരു വലിയ നാത്തും ചമയല. ഒന്നാമത് എന്നെ തലയ്ക്ക് പ്രാന്തെടുത്തിരിക്കുകയാണ്. ചിലപ്പോ ഞാൻ എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയും. ഇത് അടുത്തത് ദേ വരുന്നു. ഇങ്ങോട്ട് നോക്ക് ലച്ചു, വിളിച്ചകത്തോട്ട് കയറ്റിക്കോ. ഞാനിവിടെ നിന്നാലേ ഞാൻ ഇവിടെ നിന്ന് ശരിയാവത്തില്ല, ഞാൻ വല്ലതൊക്കെ പറഞ്ഞു പോകും. വിളിച്ചോ. ലച്ചു, ഇതന്ന് പ്രാങ്ക് ചെയ്ത കൊച്ചല്ലേ? ഓരോന്നൊക്കെ കുറച്ച് സമയത്ത് കേറി വരുവാണ്. അല്ല ചേച്ചി സുഖല്ലേ? അത്ര വലിയ സുഖമൊന്നുമില്ല. അതെ, ലച്ചുന് വയ്യാണ്ടിരിക്ക. ചുമ, കഫക്കെട്ട്, പനിയൊക്കെ ആയിട്ടെ. കുറച്ച് കഴിയുമ്പോ ഓക്കെ. മോളെന്താ ഈ വഴിക്ക്? പുതിയ പ്രാങ്ക് ആയിട്ട് വന്നതാണെങ്കിൽ ഇന്നിവിടെ പ്രാങ്ക് എടുക്കത്തില്ല. ഇവിടെ വേറൊരു പ്രാങ്ക് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഏയ് അല്ലല്ല, ഞാനിവിടെ ഒരു ഷോർട്ട് ഫിലിമിന്റെ ഷൂട്ടിന് വേണ്ടി വന്നതാ. ഞങ്ങൾ എല്ലാവരും കൂടി ചെയ്യുന്ന ഷൂട്ട് കഴിഞ്ഞാ? കഴിഞ്ഞു, ചെറിയ പോർഷൻ ഉണ്ടായിരുന്നു. ലച്ചേച്ചി എന്തൊന്നും പറയാത്തെ? ലച്ചു ചേച്ചി പറയാൻ തുടങ്ങിയല്ലേ, മക്കൾ ഈ പരിസരത്തൊന്നും നിക്കൂല. കൊച്ചേ, നമുക്ക് എല്ലാരെയും ഭയങ്കര കാര്യമാണ്. പക്ഷെ നമ്മൾ ആരൊക്കെ സ്നേഹിക്കുന്നോ അവരൊക്കെ നമ്മളെ പറ്റിച്ചിട്ടേ ഉള്ളൂ. ലച്ചൂസേ, ഇങ്ങനെ ഈ സ്നേഹം തോന്നുന്ന ആൾക്കാരോട് ഉള്ളിലുള്ളതൊക്കെ അങ്ങ് പറയും. അങ്ങനെ പറയരുത്. കൊച്ചി, സ്നേഹം എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അത് നമ്മുടെ ഉള്ളിൽ നിന്ന് വരണം. അല്ലാതെ നമ്മൾ പുറത്തേക്ക് വെച്ചിരുമ്പോ ഹായ് ചേച്ചി, ഹായ് ചേട്ടാ, സുഖല്ലേ, ചങ്കല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല കേട്ടാ. ഈശ്വരനെ വിളിക്കാം. അളേ, എവിടാ? റൂമിനകത്തിരിക്കുന്നു. പുറത്തേക്ക് വാ. അന്ന് പ്രാങ്ക് ചെയ്ത കുട്ടി നിന്നെ കാണാൻ വന്നേക്കുന്നു. ഓടി വാ. ഹായ് യേശു. എന്താടാ വല്ലാണ്ടിരിക്കണേ? സാധാരണ നല്ല ഹാപ്പി ആയിട്ടാണല്ലോ നടക്കാറ്, എന്ത് വെച്ച്? മറ്റുള്ളവരെ കണ്ണീര് കുടിപ്പിക്കുമ്പോ ആലോചിക്കണം, ഒരു ദിവസം സ്വയം കണ്ണീര് കുടിക്കേണ്ട വരുമെന്ന്. എന്തോ ലച്ചു, ഇത് സാഹചര്യം അനുസരിച്ച് സംസാരിക്കാൻ പഠിക്കും. അല്ല, ഞാൻ ഷൂട്ട് കഴിഞ്ഞപ്പോ ജസ്റ്റ് കേശുവിനെ കാണാൻ വേണ്ടി വന്നതാ. എന്തെങ്കിലും ഫാമിലി പ്രോബ്ലം ആണെങ്കിൽ കുഴപ്പമില്ല, ഞാൻ പോയിട്ട് പിന്നെ വരാം. എന്റെ കൊച്ചേ, നമുക്ക് ആരോടും ഒരു ദേഷ്യമില്ല. ആരെങ്കിലും ഈ കുടുംബത്തോട്ട് കേറി വരുന്നത് സന്തോഷം തന്നെയാണ്. പക്ഷെ നമ്മൾ ആരെയും ചതിച്ചിട്ടുമില്ല, വഞ്ചിച്ചിട്ടുമില്ല. അല്ല, ചോദിക്കുന്നോണ്ടൊന്നും തോന്നരുത്, ശരിക്കും എന്താ പ്രശ്നം? പ്രശ്നമായിട്ടൊന്നുമില്ല. നിന്റെ ഫ്രണ്ട് മെർലിൻ ഇല്ലേ? മെർലിൻ. അവള് യുഎസിലേക്ക് പോയി. മെർലിന് യുഎസിലൊക്കെ പോയി ഏതെങ്കിലും ഒരു സായിപ്പിനെയൊക്കെ കണ്ടുപിടിച്ച് കല്യാണമൊക്കെ കഴിച്ച് ഇനി അവിടെ ആയിരിക്കും ആ കൊച്ചിന്റെ ഫ്യൂച്ചർ. ഇവിടെ ഒരു കാര്യത്തിലും ഒരു സീരിയസ്നെസ് ഇല്ലാതെ നടക്കുന്നു. ചേച്ചി, കേശു പാവല്ല മണ്ടറ.